Hello dears, welcome back to Science Online class. In previous class, we discussed about the chapter, the first part of this chapter. What was the chapter's name? Experiments with water. Okay, in previous class, we discussed or we learned about the float and sink. What's that? Float and sink. What are the things float on the water? That is, we already discussed. Then what are the things that sink in water? Also we discussed. Then next, today we can discuss the part 2 of this chapter. Okay, then today we have to discuss about dissolving of sugar and salt. That's like things, and we have to discuss about the Dead Sea. Okay, so more about to study the float on water. Okay, then we can move to the class. Are you ready? നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇറ്റ് മാജിക്. ഇത് മാജിക് ആണോ എന്നുള്ളൊരു ടോപ്പിക്കാണ്. വെൻ ആയിഷ woke in the morning, Ammi had fever. Abu made some tea and went to give medicine to Ammi. He told Aisha, you boil eggs, also put some salt in the water. Aisha took water in a pot. By mistake, she put too much salt in the water. She saw the eggs at the bottom of the pot come up a little and started to float in water. Okay, what is this? അതായത് ആയിഷ മോർണിംഗിൽ എണീറ്റു അല്ലേ. എണീറ്റിട്ട് അമ്മയ്ക്ക് എന്താണ്, അവരുടെ അമ്മക്ക് എന്താണ്, ഫീവറാണ്, പനിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രദർ ആയിരിക്കും അബു പറയാണ്, നീ കുറച്ച് അബു എന്ത് ചെയ്തു, കുറച്ച് ചായ ഉണ്ടാക്കി, എന്നിട്ട് എന്ത് ചെയ്തു, അമ്മയ്ക്ക് കുറച്ച് മെഡിസിൻസ് കൊണ്ടു കൊടുത്തു അല്ലേ. അപ്പം അബു പറയാണ് ആയിഷനോട്, യു ബോയിൽ എഗ്സ്, നീ എന്ത് ചെയ്യണം, മുട്ട പുഴുങ്ങണം, എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ കുറച്ച് സാൾട്ട് ഇട്ടേക്ക് എന്ന് പറയും, ഉപ്പിടാൻ പറയും. ഓക്കെ, അപ്പോൾ ആയിഷ എന്ത് ചെയ്തു, ഒരു പോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറേ സാൾട്ട് ഇട്ടു. മിസ്റ്റേക്കായിട്ട് ചെയ്തതാണേ. അപ്പോൾ എഗ്ഗ് ആ സമയത്ത് കുറേ ഉപ്പുണ്ടായത് കൊണ്ട് തന്നെ എഗ്ഗ് എന്ത് ചെയ്തു, മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നിട്ട് സാധാരണ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് ഈ പോട്ടിൽ താഴെ ആയിരിക്കും ഉണ്ടാവുക, വെള്ളത്തിൻ്റെ താഴെ ആയിരിക്കും മുട്ട നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, കുറേ ഉപ്പിട്ടതുകൊണ്ട് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ മുട്ട മുകളിലേക്ക് പൊങ്ങി കിടക്കാൻ തുടങ്ങി, ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ തുടങ്ങി. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ്. ഇപ്പം എന്താണ്, put a lemon in it. Now keep putting salt in the water, half a spoon at a time. Were you able to float your lemon in water? അതുപോലെ തന്നെ വേറൊരു എക്സ്പെരിമെൻ്റ് നിങ്ങളോട് ചെയ്ത് നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കുറച്ച് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക, പുട്ട് ലെമൺ, അതിൽ കുറച്ച് ഒരു ലെമൺ ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ തന്നെ കുറച്ച് എന്ത് ചെയ്യുക, സാൾട്ടും ആ വെള്ളത്തിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു ഹാഫ് ടീസ്പൂണ് സാൾട്ടാണ് ഒരു സമയത്ത് ഇടേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ലെമണ് വാട്ടറിൽ മുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഡു യു തിങ്ക് ദ ലെമൺ ഫ്ലോട്ടഡ് ഇൻ സാൾട്ടി വാട്ടർ? അതായത് നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്, ലെമൺ ഈ സാൾട്ടി വാട്ടറിൽ പൊങ്ങി കിടക്കുമെന്നാണോ? ബിക്കോസ്, കാരണം എന്താണ് കാരണം പറയാം, ഈ സാൾട്ട് എന്ത് ഒബ്ജക്ട്സിലും നമ്മൾ വെള്ളത്തിൽ സാൾട്ട് കൂടുതലായാൽ, ഓക്കെ, അതിൻ്റെ ലെവൽ കൂടുതലായാൽ എന്ത് ചെയ്യും, എന്ത് സാധനമാണെങ്കിലും പൊങ്ങിക്കിടക്കും. അപ്പം ഇപ്പം നമ്മൾ സാൾട്ടി വാട്ടറിൽ ഇപ്പോൾ ഒരു കുറച്ച് എന്തിട്ടാലും, അതായത് നമ്മുടെ ചെറുനാരങ്ങ ഇട്ടപ്പോഴും അതുപോലെ തന്നെ മുട്ട ഇട്ടപ്പോഴും ഒക്കെ പൊങ്ങിക്കിടക്കും, വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ വെള്ളത്തിൽ എന്താണ്, നല്ല ഉപ്പുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, എന്തൊരു ഒബ്ജക്ട്സിനെയും പൊങ്ങിക്കിടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഡെഡ് സീ. ഡെഡ് സീനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ചാവുകടൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചാവുകടൽ? എന്താ നോക്കാം. ഓൾ ഓഷ്യൻസ് ആൻഡ് സീസ് ഹൗ സാൾട്ടി വാട്ടർ. ദ സാൾട്ടിയസ്റ്റ് ഓഫ് all is the Dead Sea. How salty? Imagine 300 grams of salt in 1 liter of water. Would you be able to even taste such salty water? It would be very bitter. Interestingly, even if a person does not know how to swim, he would not drown in this sea.
She would not drown in this. She will float in water as if lying down on it. Remember the lemon you floated in salty water. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഡെഡ് സീ എന്ന് പറഞ്ഞാൽ എല്ലാ സീയിലും എല്ലാ ഓഷ്യൻസിലും അപ്പോൾ നമ്മൾ എല്ലാ ഓഷ്യൻസിലും സമുദ്രത്തിലും അതുപോലെ തന്നെ എല്ലാ കടലിലും നല്ല ഉപ്പ് ഉണ്ടാവും അല്ലേ. ഉപ്പ് രസമുള്ള വെള്ളമായിരിക്കും അതിലുണ്ടാവുക. നമ്മൾ ടേസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഉപ്പുള്ള ഒരു സീ ആണ് ഡെഡ് സീ എന്ന് പറയുന്നത്, ചാവുകടൽ. ഇവിടെ നിന്ന് ഹൗ സാൾട്ട്, എത്ര സാൾട്ടാണ് ഉള്ളതെന്ന് അറിയോ? അതായത് 300 ഗ്രാം സാൾട്ട് 1 ലിറ്റർ വെള്ളത്തിലുണ്ട്. അത്രയും ഗ്രാം സാൾട്ട് 1 ലിറ്റർ. അപ്പോൾ ഒരു ലിറ്റർ വെള്ളം നമ്മൾ ആ ചാവുകടലിൽ നിന്ന് എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ 300 ഗ്രാം സാൾട്ട് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കര ഉപ്പായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഉപ്പുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ടേസ്റ്റാണ് ഉണ്ടാവുക? വെരി ബിറ്റർ ടേസ്റ്റ്, കയ്പ്പ് രുചിയായിരിക്കും ഉണ്ടാവുക. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്വിമ്മിങ് അറിയാത്തവരൊക്കെ, നീന്തം അറിയാത്തവരൊക്കെ ഈ ഡെഡ് സീയിൽ പോയാൽ നീന്തം സുഖമാണെന്നാണ് പറയണത്. അതായത് എന്ത് ചെയ്യും, ഇതൊരിക്കലും മുങ്ങിപ്പോവില്ല വെള്ളത്തിൽ. ഇതെന്ത് ചെയ്യും, ഫ്ലോട്ട് ചെയ്ത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കും. ഇവിടെ പിക്ചറിൽ കണ്ടില്ലേ ഞങ്ങൾ, ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടന്നിട്ട് നമുക്ക് ഇങ്ങനെ നീന്തുന്ന പോലെ നീന്താൻ പറ്റും. ഓക്കെ, ചാവുകടലിൽ പോയാൽ ഈ വാട്ടറിൽ, അതായത് എവിടെ കിടന്നാലും അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ്, വെള്ളത്തിനടിയിലേക്ക് പോകില്ല ഈ ഡെഡ് സീയിൽ. കാരണം എന്താണ്, ഡെഡ് സീയിൽ ഇഷ്ടം പോലെ സാൾട്ട് ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ, ലെമണും നമ്മൾ സാൾട്ടി വാട്ടറിലിട്ട സമയത്ത് പൊങ്ങി കിടന്നിട്ടുണ്ടാവും അല്ലേ. ലെമണും സാൾട്ടി വാട്ടറിൽ ഇട്ടപ്പം പൊങ്ങി കിടക്കൂലേ? ഓഫ് കോഴ്സ്, നമ്മൾ മനുഷ്യന്മാർ വരെ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ലെമണൊക്കെ എന്തായാലും പൊങ്ങി കിടക്കൂലേ. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ഡിസോൾവ്ഡ്, വാട്ട് ഡിഡ് നോട്ട്. ഏതൊക്കെയാണ് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത്, അതായത് കലരുന്നത്, ദെൻ ഏതാണ് ചെയ്യാത്തത്, അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓൺ സൺഡേ ആയിഷാസ് കസിൻ ബ്രദർ ഹാമിദ് കെയിം ടു ഹെർ ഹൗസ് ടു പ്ലേ. ഒരു സൺഡേയിൽ ആയിഷൻ്റെ കസിൻ ബ്രദർ ആയിട്ടുള്ള ഹാമിദ് എന്ത് ചെയ്തു, അവരുടെ വീട്ടിലേക്ക് വന്നു ടു പ്ലേ, കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആസ് സൂൺ ആസ് ഹി കെയിം ഹി ആസ്ക്ഡ് ഹിസ് ആൻറ്റി ടു മേക്ക് ഹിസ് ഫേവറേറ്റ് ശക്കർപാര, എ സ്വീറ്റ് ഡിഷ് ആണ് കേട്ടോ. അതായത് അവനെന്ത് ചെയ്തു, അവര് വീട്ടിലേക്ക് കളിക്കാൻ വന്നപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു, അവൻ്റെ ആൻറ്റി അല്ലേ ഈ കുട്ടിയുടെ ആയിഷൻ്റെ അമ്മി എന്ന് പറയണത്, അമ്മി എന്നാൽ അമ്മ. ഓക്കെ, അപ്പം അമ്മീനോട് വന്ന് പറയുകയാണേ, ആസ്കിഡ് ഹിസ് ആൻറ്റി അവൻ്റെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ് ആര്, ഹാമിദ്. ഓക്കെ, അപ്പോൾ ശക്കർപാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണ് അവന് ഇഷ്ടം. അപ്പോൾ അതുണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മി പറയാണ്, ലെറ്റ് മീ കം ബാക്ക് ഫ്രം ദി മാർക്കറ്റ് ദെൻ ഐ വിൽ മേക്ക് സം ഫോർ യു. ഓക്കെ, ഞാൻ മാർക്കറ്റിൽ പോയി വന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം എന്നാണ് പറയുന്നത്. വൈ ഡോണ്ട് യു ഹെൽപ്പ് മീ, നീ എന്താ എന്നെ ഹെൽപ്പ് ചെയ്യാത്തത്? ടേക്ക് 2 glasses ഓഫ് വാട്ടർ ആൻഡ് പുട്ട് എ ബോൾ ഓഫ് ഷുഗർ ഇൻ ഇറ്റ്, മിക്സ് ഇറ്റ് ടിൽ ഇറ്റ് ഡിസോൾവ്സ്, ഹാമിദ് തോട്ട്. ഓക്കെ, ലെറ്റ് മീ ഫിനിഷ് ദിസ് വർക്ക് ഫാസ്റ്റ് ദെൻ ഐ വിൽ വാച്ച് TV. അപ്പോൾ അമ്മി പറയുകയാണെ, മാർക്കറ്റ് പോയിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. അപ്പോൾ നീ എന്താ എന്നെ ഹെൽപ്പ് ചെയ്യാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 2 ഗ്ലാസ് വാട്ടർ എടുത്തിട്ട് അതിൽ ആ ബൗളിൽ കുറച്ച് ഷുഗർ ഇടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നന്നായി ഡിസോൾവ് ചെയ്യാൻ വേണ്ടി, നല്ലോണം ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഹാമിദിനോട് പറയണം. അപ്പോൾ ഹാമിദ് ഹാമിദ് എന്ത് ഇതെന്ന് ചിന്തിച്ചു, എനിക്കെന്തായാലും വേഗം ഈ വർക്ക് ഫിനിഷ് ചെയ്താൽ എനിക്ക് വേഗം പോയി TV കാണാലോ എന്ന് ചിന്തിച്ചു. സജസ്റ്റ് സം വേസ് ടു ഹാമിദ് ഫോർ ക്വിക്ക്ലി ഡിസോൾവിങ് ഷുഗർ. എന്തെങ്കിലും കുറച്ച് വഴികൾ ഹാമിദിന് ഈ ഷുഗർ വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. നിർദ്ദേശിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് ഷുഗർ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് ബോയിൽ ചെയ്താൽ പെട്ടെന്ന് ഷുഗർ മെൽട്ടായി കിട്ടും. ബോയിൽ ചെയ്താൽ വെള്ളം എടുത്തിട്ട് ഷുഗർ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക. അപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് മെൽട്ടായി കിട്ടും. അതല്ലെങ്കിൽ നന്നായി ഇളക്കി. ഓക്കെ, അതും ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ് ഡു ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മേക്ക് ഗ്രൂപ്പ്സ് ഓഫ് 4 friends. For the experiment you will need 4 to 5 glasses or bowls, spoons, water and the things listed in the table. Take some water in each glass. Now try to dissolve one thing in one glass. Observe what happened and note in the table.
ഓക്കെ, അതായത് 4 പേര് വീതം ഗ്രൂപ്പ്സുകളായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 4-5 ഗ്ലാസ് അല്ലെങ്കിൽ ബൗൾസ് വേണം, അതുപോലെ സ്പൂണ് വേണം, വാട്ടർ വേണം, പിന്നെ കുറച്ച് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള ടേബിളിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ വേണം. ഓക്കെ, അപ്പോൾ കുറച്ച് വെള്ളം ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് ഓരോരോ സാധനങ്ങളും ഇതിൽ പറയുന്ന തിങ്സ് ഈ തിങ്സുകൾ ടേബിൾ പറയുന്ന തിങ്സുകൾ അതിലേക്ക് ഡിസോൾവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യേണ്ട വർക്കാണ്. സോ തിങ്സ് എന്തൊക്കെ സാധനങ്ങളാണ് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നത്, ഏതൊക്കെയാണ് ഡിസോൾവ് ചെയ്യാത്തത്, അതൊക്കെയാണ്. അപ്പോൾ തിങ്സ് സാൾട്ട്, സോയില്, ചോക്ക് പൗഡർ, 1 സ്പൂൺ മിൽക്ക്, ഓയിൽ, ഇത്രയും കാര്യങ്ങളാണ് തിങ്സ് കൊടുത്തിട്ടുള്ളത്, സാധനങ്ങൾ. ഈ സാധനങ്ങളാണ് വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഡിഡ് ഇറ്റ് ഡിസോൾവ് ഓർ നോട്ട്? ഡിസോൾവ് ആണെങ്കിൽ യെസ് എഴുതാം, അല്ലെങ്കിൽ നോ എഴുതാം. ദെൻ വാട്ട് ഹാപ്പൻ ആഫ്റ്റർ കീപ്പിംഗ് ഫോർ 2 മിനിറ്റ്സ്? 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ സംഭവിക്കുന്ന കാര്യങ്ങളും എഴുതാം. ഓക്കെ, ഫസ്റ്റ് സാൾട്ട്. ഇസ് ഇറ്റ് ഡിഡ് ഇറ്റ് ഡിസോൾവ് ഓർ നോട്ട്? ഓഫ് കോഴ്സ് ഡിസോൾവ് അല്ലേ, എന്തായാലും ഡിസോൾവ് ആണ്, വെള്ളത്തിൽ ലയിക്കുമല്ലോ അത്. ദെൻ 2 മിനിറ്റിന് ശേഷം എന്ത് സംഭവിക്കും? കംപ്ലീറ്റ്ലി അതിൽ ലയിച്ചു പോകില്ലേ, കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യും. സോ യു ക്യാൻ റൈറ്റ് ദ കംപ്ലീറ്റ്ലി ഡിസോൾവ്. ദെൻ നെക്സ്റ്റ് സോയിൽ. സോയിൽ പറഞ്ഞാൽ മണ്ണ് എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? ഡിഡ് ഇറ്റ് ഡിസോൾവ് ഓർ നോട്ട്? നോ അല്ലേ, ഒരിക്കലും ഡിസോൾവ് ചെയ്യില്ല, നോട്ട് ഡിസോൾവ് ആണ്. സോ അത് കുറച്ച് സമയം നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? വി ക്യാൻ സീ ദ സോയിൽ പാർട്ടിക്കിൾസ് ഇൻ ദ ബോട്ടം സൈഡ് ഓഫ് ദി ഗ്ലാസ് അല്ലേ. ഗ്ലാസിന്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഊറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ചോക്ക് പൗഡർ, അതുപോലെ തന്നെ ചോക്കിന്റെ പൗഡർ പൊടിച്ചെടുത്തിട്ടുള്ളത് അതെന്ത് ചെയ്യും? വാട്ടറിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഒന്നിട്ട് കൊടുത്താൽ ഇത് ഡിസോൾവ് ചെയ്യും. നിങ്ങളൊക്കെ വിചാരം ഡിസോൾവ് ചെയ്യും എന്നായിരിക്കും, പക്ഷെ ഒരിക്കലും ഡിസോൾവ് ചെയ്യില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. യെസ്, ഡിസോൾവ് ഓർ നോട്ട് എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഡിസോൾവ് ചെയ്യും. ബട്ട് 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യാതെ അത് ബോട്ടം സൈഡിൽ ഇങ്ങനെ ഗ്ലാസിന്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഊറി കിടക്കുന്നതായിട്ടും വെള്ളം മുകളിൽ പൊന്തി നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ചോക്ക് പൗഡറിന്റെ കേസാണ്. അപ്പോൾ ഡിസോൾവ് ചെയ്യുമോ ചോദിച്ചാൽ യെസ് എന്ന് പറയാം. ഓക്കെ, ശരിക്കും ഡിസോൾവ് ചെയ്യില്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് 1 സ്പൂൺ മിൽക്ക്. അല്ല, ചോക്ക് പൗഡർ നമ്മൾ ഡിസോൾവ് ചെയ്യുമോ എന്ന് ചോദിക്കാൻ ഡിസോൾവ് ഇല്ല, നോൺ തന്നെയാണ് കേട്ടോ ഇടേണ്ടത് അവിടെ. ദെൻ 1 സ്പൂൺ മിൽക്ക്. ഇനി ഒരു സ്പൂൺ മിൽക്ക് അല്ലേ, അത് വെള്ളത്തിലൊന്ന് ആഡ് ചെയ്യുന്ന സമയത്ത് ഷുവർലി ഇത് ഡിസോൾവ് ചെയ്യും അല്ലേ. കുറച്ച് സമയം 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താലോ, വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ കീപ്പിംഗ് ഫോർ 2 മിനിറ്റ്സ്? ദാറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിസോൾവ്ഡ് ഇൻ ദ വാട്ടർ അല്ലേ, കംപ്ലീറ്റ്ലി ഡിസോൾവ് ചെയ്യും. ദെൻ ഓയിലിന്റെ കേസ് ആണെങ്കിൽ ഡിസോൾവ് ഓർ നോട്ട്? ഓഫ് കോഴ്സ് ഡിസോൾവ്, ബട്ട് ആഫ്റ്റർ ദ 2 minutes that will be what will be the oil will be float on the water അല്ലേ. വാട്ടറിന്റെ മുകളിൽ ഓയിൽ മാത്രം ഇങ്ങനെ പൊങ്ങി കിടക്കും, വെള്ളം കുറച്ച് താഴെയായിട്ട്. ഓക്കെ, ഇത് ഇപ്പോൾ ഫിനിഷ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യാം കേട്ടോ. Then tell, could you see the salt after it dissolved in water? If no, why? നമുക്ക് ഈ വെള്ളത്തിൽ സാൾട്ടൊക്കെ ഡിസോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ലല്ലോ, നമുക്ക് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്താൽ പിന്നെ അത് വാട്ടറിനെ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. പക്ഷെ എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? ദ പാർട്ടിക്കിൾസ് വിൽ ബി ഡിസോൾവ് കംപ്ലീറ്റ്ലി ഇൻ ദ വാട്ടർ അല്ലേ. വെള്ളത്തിൽ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി അതെന്ത് ചെയ്യും? ഡിസോൾവ് ആയിട്ട് പോകും. The second question, does that mean that now the water does not have salt? If it has, then where is the salt? അതായത് നമുക്ക് ഇത് മീൻ ചെയ്യുന്നത് ഇതിൽ ഈ സാൾട്ട് വെള്ളത്തിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അപ്പോൾ അതിൽ സാൾട്ട് ഇല്ലേന്നാണ് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് ഉണ്ട്, സാൾട്ട് ഉണ്ടാവുമല്ലോ. പക്ഷെ ഉണ്ടെങ്കിൽ അത് എങ്ങോട്ടാണ് ആ സാൾട്ട് പോയത് നമ്മൾ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവില്ല, അത് ഡിസോൾവ് ചെയ്തിട്ടില്ലേ. So we can say that the salt is the smallest particles, so that will dissolve in water very completely. That's why we cannot see the salt in the water. Okay. Then what difference did you see?
നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫറൻസ് ആണ് കാണാൻ പറ്റുന്നത്? ഇൻ ദ വാട്ടർ വിത്ത് സാൾട്ട് ആൻഡ് ദ വാട്ടർ വിത്ത് ചോക്ക് പൗഡർ ആഫ്റ്റർ കീപ്പിംഗ് ഫോർ സം ടൈം. അതായത് കുറച്ച് സമയം നമ്മൾ വാട്ടറിൽ കുറച്ച് സാൾട്ട് ഇട്ട് വെക്കുന്നതും അതുപോലെ തന്നെ വേറൊരു വാട്ടറിൽ കുറച്ച് ചോക്ക് പൗഡർ ഇട്ട് വെച്ചാലും എന്ത് ഡിഫറൻസ് ആണ് കാണാൻ പറ്റുക? ബിക്കോസ് വി ക്യാൻ സേ ദ സാൾട്ട് വിൽ ഡിസോൾവ് ഇൻ വാട്ടർ കംപ്ലീറ്റ്ലി വെരി ഫാസ്റ്റ്ലി, അല്ലേ? വെരി ഫാസ്റ്റ്ലി പെട്ടെന്ന് അത് ഡിസോൾവ് ആവും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ ചോക്ക് പൗഡർ ദാറ്റ് വിൽ നോട്ട് ബി dissolved in water. After keeping for some time, we can see the chalk powder in the bottom side settles, that will settle down the bottom side of the glass. Okay, സെറ്റിൽ ചെയ്ത് താഴെ ഇങ്ങനെ ചോക്ക് പൗഡർ ഇങ്ങനെ ഗ്ലാസിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റും. വിച്ച് ഓഫ് ദ ടു വുഡ് യു ബി ആബിൾ ടു സെപ്പറേറ്റ് ഫ്രം ദി വാട്ടർ ബൈ സ്ട്രെയിനിങ് വിത്ത് എ ക്ലോത്ത്, സാൾട്ട് ഓർ ചോക്ക് പൗഡർ? ഇതിൽ ഏതാണ് നമുക്ക് സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അരിച്ചെടുക്കാൻ പറ്റുന്നത്? സാൾട്ടാണോ ചോക്ക് പൗഡറാണോ? ഓഫ് കോഴ്സ് ചോക്ക് പൗഡർ ആയിരിക്കും, അല്ലേ? ചോക്ക് പൗഡർ നമുക്ക് അതിന് താഴെ തന്നെ ഇങ്ങനെ ഊരി കിടക്കുന്നതുകൊണ്ട് അത് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. Okay, then why doing the experiment Aisha and Hamid had an argument? Aisha felt that after stirring it, the oil dissolved in water. Hamid did not agree. He said, look, the tiny yellow oil drops can still be seen in the water. Aisha said, let us wait for some time and then see. അതായത് അവരുടെ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആയിഷയും ഹാമിദും എന്ത് ചെയ്തു? ഒരു ആർഗ്യുമെന്റ് ഉണ്ടായി. ആയിഷ എന്ത് ചെയ്തു? ഓയിൽ എന്ത് ചെയ്യും? വെള്ളത്തിൽ നന്നായി ഇളക്കി സ്റ്റിർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഹാമിദ് എന്ത് ചെയ്ത് പറഞ്ഞു? ഹാമിദ് അത് അഗ്രി ചെയ്തില്ല. അതായത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമെന്ന് ആര് പറഞ്ഞു? ആയിഷ പറഞ്ഞു. എന്ത് ഡിസോൾവ് ചെയ്യും? ഓയിൽ ഡിസോൾവ് ചെയ്യുമെന്ന് ആയിഷ പറഞ്ഞു. പക്ഷെ ഹാമിദ് അത് സമ്മതിച്ചു കൊടുത്തില്ല. അവൻ പറഞ്ഞു, ഒരു ടൈനി യെല്ലോ ഓയിൽ കാണുന്നില്ലേ നീ ആ വെള്ളത്തിൽ? എന്തായാലും അതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ ചെറിയ ചെറിയ ഓയിൽ, നമുക്ക് ശരിക്കും കാണാൻ പറ്റുമെന്ന് പറയണം. അപ്പോൾ ആയിഷ പറയാണ്, നമുക്ക് കുറച്ച് സമയം ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാമെന്ന് പറയാണ്. ഡു യു തിങ്ക് ദ ഓയിൽ ഗോട്ട് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ? വൈ ഡു യു തിങ്ക് സോ? അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഓയിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമെന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. ബിക്കോസ് ദ ഓയിൽ ഈസ് വിൽ ബി ഫ്ലോട്ടിങ് ഓൺ ദ വാട്ടർ. ഓക്കെ, വാട്ടറിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ് ചെയ്യാം. ദ റൈസിൻ ഡ്രോപ്സ്. എന്താണ് റൈസിൻ ഡ്രോപ്സ്? ആയിഷ പുട്ട് 2 drops ഓഫ് ഓയിൽ ഇൻ ദ ലിഡ് ഓഫ് ഹെർ ടിഫിൻ ബോക്സ്. അവരുടെ ടിഫിൻ ബോക്സിൻ്റെ ലിഡിൽ, അതായത് തുറക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും കുറച്ച് ഒരു 2 drops ഓയിൽ ഒഴിച്ചു. ഓക്കെ, then next to the she put 2 drops of water and 2 drops of sugar solution. She tilted the lid and then she saw some drops slide down quickly while some were left behind. അതായത് ആയിഷൻ്റെ ഒരു 2 drops ഓയിൽ ഇട്ടല്ലോ ലിഡിൻ്റെ സ്ഥലത്ത്. ദെൻ അതുപോലെ തന്നെ അവൾ ചെയ്ത് പിന്നെ ഉള്ളത് എന്താണ്? വാട്ടർ, 2 drops വാട്ടർ എടുത്തു, അപ്പോൾ 2 drops ഷുഗർ സൊല്യൂഷൻ എടുത്തു. എന്നിട്ട് ആ ലിഡ് നന്നായി എന്ത് ചെയ്തു? ടിൽട്ട് ചെയ്തു. ഓക്കെ, നന്നായി ഇങ്ങനെ കുലുക്കി. എന്നിട്ട് ഷീസോ, അവൾ കണ്ടു, സം ഡ്രോപ്സ് സ്ലൈഡ് ഡൗൺ ക്വിക്ലി. ചില ഡ്രോപ്സ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കാണും. പിന്നെ പിക്ചർ കണ്ടില്ലേ നിങ്ങൾ? ഈ ഒരു ഇതിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് എന്ത് ചെയ്തു? ലെഫ്റ്റ് ബിഹൈൻഡ്, ബാക്കിയുള്ളതായിട്ടും കണ്ടു. യു ആൾസോ ട്രൈ ടു ഡു ദ സെയിം ആൻഡ് ദെൻ ട്രെൻ വിച്ച് ഡ്രോപ്പ് വെൻറ്റ് അഹെഡ്. അതായത് നിങ്ങൾ ഈ സെയിം സാധനം ഒന്നുകൂടി ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ. ഈ ലിഡ് എന്ന ഒരു പാത്രത്തിൻ്റെ മൂടി, ആ മൂടിയിലാണ് ചെറിയ ചെറിയ ഡ്രോപ്സ് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അത് അവളിങ്ങനെ ടിൽട്ട് ചെയ്യുമ്പോൾ, അതായത് ഒന്ന് ചെരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, കുലുക്കല്ല, ഒന്ന് ചെരിച്ച് വെക്കുക. അപ്പോൾ ഏത് ഡ്രോപ്പായിരിക്കും പെട്ടെന്ന് താഴേക്ക് വരിക? ഏതായിരിക്കും താഴേക്ക് ഇങ്ങനെ ഒഴുകി വരിക എന്നാണ് ചോദിക്കുന്നത്. വൈ ഡിഡ് ഇറ്റ് സ്ലൈഡ് ഫാസ്റ്റ്? എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഒഴുകി വരുന്നത്? അപ്പം എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഓയിൽ എടുത്തിട്ടുണ്ട്, 2 drops വാട്ടർ എടുത്തിട്ടുണ്ട്, 2 drops ഷുഗർ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ് വരുന്നത് പെട്ടെന്ന്? വാട്ടർ വിൽ ബി വെൻറ്റ് അഹെഡ്, അല്ലേ? പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി പോവാൻ വാട്ടർ ആയിരിക്കും. ബിക്കോസ് ദ വാട്ടർ ഡസ് നോട്ട്
സ്റ്റിക്ക് ഓൺ ദ ടിഫിൻ ബോക്സ് ലിഡിൻ്റെ അവിടെ ലിഡിൽ ടിഫിൻ ബോക്സിൻ്റെ പുറത്ത് എന്തെയില്ല വാട്ടർ ഒരിക്കലും സ്റ്റിക്കായി നിൽക്കില്ല, അത് ഒട്ടിപ്പിടിക്കില്ല. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ദി ഓയിൽ ആൻഡ് ദ ഷുഗർ സൊല്യൂഷൻ ദാറ്റ് വിൽ സ്റ്റിക്ക് ഓൺ ദ tiffin box. Okay, that's why they will not come fast, they will not slide on quickly. Then where did the water go? എവിടേക്കാണ് വാട്ടർ പോകുന്നത്? One day Aisha's mother put some water to boil on the stove for making tea. She got busy with something and forgot about it. Then when she remembered and came to check, she found very little water left in the pan. ഒരു ദിവസം ആയിഷൻ്റെ മദർ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് പോയി. അവൾ വേറെ ബിസി ആയിട്ട് പോയി. അപ്പം എന്ത് ചെയ്തു? ഫോർഗട്ട്, അവർ മറന്നുപോയി. അപ്പം അവർക്ക് ഓർമ്മ വന്ന് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അതിലാകെ കുറച്ച് വെള്ളം മാത്രമേ ആ പാനിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? വറ്റിപ്പോയിട്ടുണ്ട്. തിങ്ക് വേർ ഡിഡ് ദ വാട്ടർ ഗോ? എവിടേക്കായിരിക്കും ഈ വാട്ടർ പോയിട്ടുണ്ടാവും? വാട്ടർ വിൽ ബി ഇവാപ്പറേറ്റ് അല്ലേ? വിൽ ബി ഇവാപ്പറേറ്റഡ്. അതെന്ത് ചെയ്യും? വാട്ടർ എന്ത് ചെയ്യുന്നു? ഇവാപ്പറേറ്റ് ചെയ്ത് ബാഷ്പീകരിച്ച് പോയിട്ടുണ്ടാവും, മുകളിലേക്ക് നീരാവിയായിട്ട് പോയിട്ടുണ്ടാവും. Why did Chitti Babu and Chinna Babu keep their mango jelly in the sun? അപ്പോൾ തന്നെ ചിറ്റി ബാബും ചിന്ന ബാബും മാംഗോ ജെല്ലി ഉണ്ടാക്കിയ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ. അപ്പം അതിൽ എന്തുകൊണ്ടാണ് സണ്ണ് കിട്ടുന്നത്, സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ഈ ചിറ്റി ബാബും ചിന്ന ബാബു മാംഗോ ജെല്ലി കൊണ്ട് വെച്ചത് എന്തുകൊണ്ടായിരിക്കും? അതിൽ കംപ്ലീറ്റ്ലി ഉള്ള വാട്ടർ ഫുള്ളായിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അപ്പം ജെല്ലിയിലുള്ള വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ചിറ്റി ബാബു ചിന്ന ബാബു മാംഗോ ജെല്ലി സണ്ണിൻ്റെ അടുത്ത് കൊണ്ടുവച്ചത്, സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ചത്. അറ്റ് യുവർ ഹൗസ്, നിങ്ങളുടെ വീട്ടിൽ വാട്ട് തിങ്സ് ആർ മെയ്ഡ് ബൈ ഡ്രൈയിങ് ഇൻ ദ സൺ? നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണക്കാറുള്ളത്? സണ്ണിൻ്റെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ എന്താ ഉണക്കാറുള്ളത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? നമ്മൾ സാധാരണ ഉണക്കുന്നത് മുളക്, മല്ലി ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? ചില്ല്, മല്ലി, മുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണക്കിയിട്ടാണ് പൊടിപ്പിക്കുക. അതുപോലെ അപ്പോൾ അരിപ്പൊടിയൊക്കെ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. സോ ദ നെക്സ്റ്റ് ദണ്ഡി മാർച്ച്. മാർച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ദണ്ഡി യാത്ര കേട്ടിട്ടില്ലേ? ഗാന്ധിജിയുടെ. Then this incident took place in 1930. 1930 ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത്. ബിഫോർ ഇന്ത്യ ബിക്കം ഇൻഡിപെൻഡൻറ്റ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഫോർ മെനി ഇയേഴ്സ് ദ ബ്രിട്ടീഷ് ഹാഡ് മെയ്ഡ് എ ലോ ദാറ്റ് ഡു നോട്ട് അലോ പീപ്പിൾ ടു മേക്ക് സാൾട്ട് ദംസെൽഫ്. അതായത് അതിൻ്റെ മുന്നേയൊക്കെ വർഷങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരൊരു ലോ ഉണ്ടാക്കി, ഒരു നിയമം ഉണ്ടാക്കി, ഒരിക്കലും ആളുകൾക്ക് ഈ സാൾട്ട്, അവർക്ക് സ്വന്തമായിട്ട് ഉപ്പ് എന്ത് ചെയ്ത് ചെയ്യാൻ പാടില്ല. ഉപ്പ് വെള്ളത്തിൽ നിന്നും എടുത്തിട്ട് ഉപ്പ് ഉണ്ടാക്കാൻ അവർ അനുവദിച്ചിരുന്നില്ല. ദേ ഹാഡ് ആൾസോ പുട്ട് എ ഹെവി ടാക്സ് ഓൺ സാൾട്ട്. അതുപോലെ തന്നെ ഈ ഉപ്പിന് എന്ത് ചെയ്തു? ഉപ്പുണ്ടാക്കാനും ഉപ്പിനൊക്കെ അവർ കൂടുതലായിട്ട് ടാക്സ് ഏർപ്പെടുത്തിയിരുന്നു, ഹെവി ടാക്സ് സാൾട്ടിന് ഏർപ്പെടുത്തിയിരുന്നു. ബൈ ദിസ് ലോ പീപ്പിൾ കുഡ് നോട്ട് മേക്ക് സാൾട്ട് ഈവൻ ഫോർ യൂസ് അറ്റ് ഹോം. അതായത് അങ്ങനെയുള്ള ലോ വന്നതിന് ശേഷം ആളുകൾ എന്ത് ചെയ്തില്ല? സാൾട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. അവരുടെ വീട്ടിലേക്ക് വേണ്ട സാൾട്ട് വരെ അവർ എന്ത് ചെയ്തില്ല? ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. ഹൗ ക്യാൻ എനിബഡി ലീവ് വിത്തൗട്ട് സാൾട്ട്? എങ്ങനെയാണ് സാൾട്ട് ഇല്ലാതെ, ഉപ്പില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുക? ഗാന്ധിജി പറയാണ്. സോ ഗാന്ധിജി, ഹൗ ക്യാൻ എ ലോ നോട്ട് അലോ അസ് ടു യൂസ് ഫ്രീലി വാട്ട് നാച്ചർ ഹാസ് ഗിവൺ? അതായത് എങ്ങനെയാണ് നമുക്ക് ഈ ലോ, അതായത് ഈ അലോ അസ്, നമുക്ക് ഈ ഒരു ലോ കൊണ്ട് നമുക്ക് ഒന്നും അനുവദിക്കുന്നില്ല. എന്ത്? നമുക്ക് നാച്ചുറിൽ തരുന്ന സാധനങ്ങളൊന്നും നമുക്ക് കിട്ടാൻ, നമുക്ക് യൂസ് ചെയ്യാൻ, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അലോ സമ്മതിക്കാത്തത് കൊണ്ട് അല്ലേ, നമുക്ക് സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വിത്ത് സെവറൽ അതർ പീപ്പിൾ വെന്റ് ഓൺ എ യാത്ര, ലോങ് വാക്ക് ഫ്രം അഹമ്മദാബാദ് ടു ദണ്ഡി സീഷോർ ഇൻ ഗുജറാത്ത് ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദിസ് ലോ. എന്നിട്ട് ഗാന്ധിജി ഇങ്ങനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഈ ലോക്കെതിരെ, ഈ ഒരു നിയമത്തിനെതിരെ നമുക്ക് ഈ ഒരു നമ്മൾ നാച്ചുറിൻ്റെ സാധനങ്ങൾ, നാച്ചുറൽ നമുക്ക് തരുന്നത് നമുക്കും കൂടി ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുവദിക്കുന്ന ഒരു ലോ ആയിരിക്കണമല്ലോ. അപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുക എന്നുള്ള ഗാന്ധിജി ചോദിച്ചു. അപ്പോൾ കുറേ ആളുകൾ എന്ത് ചെയ്തു? നമ്മളെല്ലാവരും കൂടെ ഈ ആളുകളൊക്കെ തീരുമാനിച്ചു, നമുക്കൊരു യാത്ര, ലോങ് വാക്ക്,
ഭയങ്കര നല്ലൊരു ലോങ് വാക്ക് നടത്തല്ലേ, നടക്കുക. അതായത് അഹമ്മദാബാദ് ടു ഡണ്ടി വരെ. ഡണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഡണ്ടി സീഷോറാണ്, ഡണ്ടി യാത്ര ഒക്കെ പറയില്ല നമ്മൾ. ഡണ്ടി സീഷോർ പറഞ്ഞാൽ ഒരു കടൽ തീരാണ് കേട്ടോ, ഒരു ഗുജറാത്തിലുള്ള കടൽ തീരാണ്. അവിടെ വരെ നടക്കുക അഹമ്മദാബാദിൽ നിന്ന്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. ഡു യു നോ ഹൗ സാൾട്ട് ഈസ് മെയ്ഡ്? നിങ്ങൾക്ക് അറിയോ എങ്ങനെയാണ് ഉപ്പ് ഉണ്ടാക്കുന്നത്? ദ സീ വാട്ടർ ഈസ് കളക്റ്റഡ് ഇൻ ഷാലോ ബെഡ്സ് ഡഗ് in the sand. Water is allowed to dry in the sun. After the water dries, the salt remains on the ground. അല്ലേ? എങ്ങനെയാണ് സാൾട്ട് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഈ സീ വാട്ടർ ഇല്ലേ, അതായത് സീ വാട്ടർ എന്നാൽ എന്താ പറയുക, കടൽ വെള്ളം നമ്മൾ ചെറിയ ചെറിയ കുഴികളാക്കിയിട്ട് മണലിൽ കുറച്ചൊരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു ഇതിൻ്റെ സാൾട്ടിൻ്റെ ഈ ഒരു കടലിൻ്റെ അടുത്ത് തന്നെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ കളക്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ വാട്ടർ എന്ത് ചെയ്തു, സണ്ണ് കിട്ടുന്ന സൂര്യപ്രകാശം കിട്ടുന്ന അവിടെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഉണക്കാൻ വേണ്ടി വെക്കും. എന്നിട്ട് ആ വെള്ളം കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ഡ്രൈ ആയി പോകും. അതായത് ഇവാപറേഷൻ നടന്നിട്ട് വെള്ളം ഇങ്ങനെ ഡ്രൈ ആയി പോയിട്ട് പിന്നെ അതിൽ ലാസ്റ്റ് എന്തുണ്ടാവും, സാൾട്ട് മാത്രമേ അവശേഷിക്കുള്ളൂ. എന്നിട്ട് ആ സാൾട്ട് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് സാൾട്ട് അത് കുറച്ചും കൂടെ ഫിൽറ്റർ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് സാൾട്ട് ഉണ്ടാക്കുക. മനസ്സിലായല്ലോ? വാട്ട് വി ഹാവ് ലേൺഡ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. യു ഹാവ് വാഷ്ഡ് യുവർ ഹാൻഡ് കർച്ചീഫ് ആൻഡ് യു വാണ്ട് ടു ഡ്രൈ ഇറ്റ് ക്വിക്ക്ലി, വാട്ട് ആൾ ക്യാൻ യു ഡു? അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് കർച്ചീഫ് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും അല്ലേ, അവിടെ പോയിട്ട് തോരിട്ട് വെക്കും അല്ലേ, നല്ല സൂര്യൻ കിട്ടുന്ന നല്ല ചൂടുള്ള വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കും. അതും അല്ലെങ്കിൽ നമ്മൾ അയൺ ബോക്സ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഒന്ന് ജസ്റ്റ് അയൺ ബോക്സോട് നമ്മളൊന്ന് ഇസ്തിരിടും അല്ലേ. ദെൻ വാട്ട് തിങ്സ് ഡു യു പുട്ട് ഇൻ വാട്ടർ ടു മേക്ക് ടീ? വിച്ച് ഓഫ് ദോസ് തിങ്സ് ഡിസോൾവ്സ് ഇൻ വാട്ടർ? ദെൻ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ടീ ഉണ്ടാക്കുമ്പോൾ നമ്മളെ സാധാരണ ചായ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം, വാട്ടറിൽ ഇടുക, നമ്മൾ ടീ ലീവ്സ് ഇടും അല്ലേ, പിന്നെന്താ പാലിടും അല്ലെ, മിൽക്ക്, ഷുഗർ ആൾസോ വിൽ ബി ആഡഡ്. ഇതിൽ ഏതൊക്കെയാണ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നത്? നമുക്കറിയാം ഡിസോൾവ് ചെയ്യുന്നത് ഷുഗർ ആണ് കേട്ടോ, ഷുഗർ ആൻഡ് മിൽക്ക് ദാറ്റ് വിൽ ഡിസോൾവ് ഇൻ വാട്ടർ. യു ഹാവ് ബീൻ ഗിവൺ സം മിശ്രി പീസസ് ലംബ് ഓഫ് ഷുഗർ, ദെൻ സജസ്റ്റ് സം വേസ് ടു ഡിസോൾവ് ദം ക്വിക്ക്ലി. അതായത് നിങ്ങൾക്ക് കുറച്ച് മിശ്രി തന്നു, മിശ്രി പീസസ് പറഞ്ഞാൽ ലംസ് ഓഫ് ഷുഗർ എന്നാൽ കൽക്കണ്ടം എന്നൊക്കെ പറയില്ല, നമ്മുടെ കൽക്കണ്ടാണ് കേട്ടോ. ലംസ് ഓഫ് ഷുഗർ പറഞ്ഞാൽ ഷുഗറിൻ്റെ ഒരു കട്ട. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് മിശ്രി പീസ് കിട്ടി. അപ്പോൾ അതിനെ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് ചെയ്യാം? നമുക്ക് ഒരു മെത്തേഡ് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ നന്നായി എന്താ ചെയ്യുക, സ്റ്റിർ ചെയ്യുക, കുറേ സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും. വേറൊരു ഈസി മെത്തേഡാണ് യു ഹാവ് ടു ബോയിൽ ഇറ്റ്. ഇതെന്ത് ചെയ്യുക, നന്നായി ചൂടാക്കുക, തിളപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഡിസോൾവ് ആയി കിട്ടും. Okay, this chapter is also over. Then we can next class നമുക്ക് next chapter എടുക്കാം. Okay. What have we learned today? Today we have learned about the Dead Sea and dissolving of salt. Okay, what is Dead Sea? Dead Sea is including so much amount of salt in it. That's why when we putting anything, and we also when we swimming in then we will be float on the water. Okay, the next one is we discuss the float on water, and so many things are dissolved in water and so many things are float on water, and that's like so many things we discussed today. Okay, I think all of you understood everything. If you have any doubt, please ask me. Don't forget to ask me, and don't forget to do the homeworks also. I will send it in your WhatsApp group. Okay, bye.